ISL മൂന്നാം സീസണിന്റെ കലാശ പോരാട്ടം ഇന്ന് കൊച്ചിയിൽ നടക്കും. കന്നിക്കിരീടം ലക്ഷ്യമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ബൂട്ട് കെട്ടുമ്പോൾ രണ്ടാം കിരീടമാണ് ലക്ഷ്യമിടുന്നത്. വൈകിട്ട് 7-ന് നടക്കുന്ന മത്സരത്തിന് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഫുട്ബോളിനെ നെഞ്ചോട് ചേർക്കുന്ന കേരള ജനതയ്ക്ക് ഇന്ന് ഒരു ആവേശത്തിന്റെ ഫൈനൽ പൂരമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫൈനൽ കലാശ പോരാട്ടത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ നേരിടുമ്പോൾ വിജയത്തിൽ കുറഞ്ഞത് ഒന്നും തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി സമീർ വാഴങ്ങോട് കൊച്ചിയിൽ നിന്നും ചേരുന്നു. സമീർ, ആവേശ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എങ്ങനെയാണ് ആരാധകരുടെ ഒരു ആവേശം എത്രത്തോളമാണ്? ഒപ്പം കൊച്ചിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി. സുമി, വലിയ ആവശ്യത്തിൽ തന്നെയാണ് കൊച്ചിയിലെമ്പാടുമുള്ള ആരാധകർ. നമുക്കറിയാം, ഇന്നലെ തന്നെ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവരോടൊക്കെ തന്നെ ഇന്നലെ തന്നെ വന്നുകൊണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിർദ്ദേശം നൽകിയിരുന്നു. അതിനെ തുടർന്ന് ഇന്നലെ തന്നെ എത്തിക്കൊണ്ട് നിരവധി പേർ അത് അവരെ സ്വന്തമാക്കുകയും ചെയ്തു. ഇനി 3 മണിക്ക് ശേഷമായിരിക്കും സ്റ്റേഡിയത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിച്ചു തുടങ്ങുക. 6 മണിയോടുകൂടെ പ്രവേശനം പൂർത്തിയാക്കും എന്നാണ് മധ്യമേഖല IG തന്നെ അറിയിച്ചിരിക്കുന്നത്. സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന രീതിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ. മറ്റു പ്രധാനപ്പെട്ട കാര്യം, കരിഞ്ചന്തയിൽ ടിക്കറ്റ് വിൽപ്പന സജീവമാവുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ട് പോലീസ് തുടർച്ചയായി ഇവിടെ റോന്ത് ചുറ്റുന്നുണ്ട്. സ്റ്റേഡിയത്തിന് ചുറ്റിലും അത്തരത്തിലുള്ള വിൽപ്പനകൾ നടക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരം നടപടികൾ. അതോടൊപ്പം തന്നെ വലിയ ഒരു പ്രത്യേകത, ഇന്നത്തെ ഈ കലാശക്കൂട്ടിനെ സാക്ഷികളാവാൻ വേണ്ടിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമയായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കർ, അതോടൊപ്പം തന്നെ കൊൽക്കത്തയുടെ ഉടമ സൗരവ് ഗാംഗുലി, ഒപ്പം ചലച്ചിത്ര മേഖലയിലെ ഇതിഹാസമായിട്ടുള്ള അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ, അതോടൊപ്പം തന്നെ മുകേഷ് അംബാനി, നീത അംബാനി തുടങ്ങിയുള്ള പ്രമുഖർ എത്തുന്നുണ്ട്. വലിയ ആവേശത്തിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാം തന്നെ ഉള്ളത്. ഇപ്പോൾ നമുക്ക് ഈ അവരുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഒരു ആവേശത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നത്, ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ ഇവിടുത്തുന്ന പ്രമുഖരുടെ സാന്നിധ്യം, അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ നടത്തിയിട്ടുള്ള ഈ പ്രകടനങ്ങൾ, തുടർച്ചയായിട്ടുള്ള 6 ജയം സ്വന്തമാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് 7ാമത്തെ മത്സരത്തിന് തുടർച്ചയായിട്ടുള്ള 7ാം വിജയം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇറങ്ങുന്നത്. തികഞ്ഞ പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെല്ലാവരും തന്നെ, പ്രത്യേകിച്ച് മലയാളി താരങ്ങളായിട്ടുള്ള റിനോ ആൻഡോ, CK വിനീത്, മുഹമ്മദ് റാഫി എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാം തന്നെ നേരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സ് സ്റ്റേഡിയത്തിലേക്ക് എത്തി തുടങ്ങിയിരുന്നു. നമുക്ക് അവരുടെ ഒരു ആവേശം എത്രത്തോളമാണെന്ന് ചോദിക്കാം. എങ്ങനെയാണ് ഇന്നത്തെ മത്സരത്തിന്റെ ഒരു പ്രതീക്ഷകൾ? ഇന്ന് കേരളം ജയിച്ചിരിക്കും. തിരിച്ചു പിടിക്കും. അടിക്ക് നമ്മളെ കേരളം അടിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോൾ അടിക്കുമെന്നാണ് പ്രതീക്ഷ? 2-0 ബെൽഫോർട്ട് അടിക്കും. ബെൽഫോർട്ട് മലയാളി താരങ്ങളിലുള്ള പ്രതീക്ഷ എങ്ങനെയാണ്? മലയാളി താരങ്ങളിലുള്ള പ്രതീക്ഷ കാണുന്നത്, ഇപ്പോൾ CK വിനീത് നല്ലൊരു വരവാണ്. ഇപ്പോൾ നല്ലൊരു വരവും അതുപോലെ തന്നെ നല്ല പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വരവിന് ശേഷം ടീമിന് പോസിറ്റീവ് എനർജി, അതുപോലെ തന്നെ ടീമിൻ്റെ ഒരു കളി നിലവാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല മെച്ചപ്പെട്ട രീതിയിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CK വിനീത് വരുന്നതിന് മുമ്പ് ഉള്ള ആ സിറ്റുവേഷനും CK വിനീത് വന്നതിന് ശേഷമുള്ള ആ സിറ്റുവേഷനും താരതമ്യപ്പെടുത്തുമ്പോൾ CK വിനീത് വന്നതിന് ശേഷം ടീം നല്ലൊരു എനർജറ്റിക്കായിട്ട് കളിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, CK വിനീതിൻ്റെ ആ ഒരു എനിക്ക് തോന്നുന്നത് പൂനെയായിട്ടുള്ള മത്സരത്തിലാണെന്ന് തോന്നുന്നു. ആ ഒരു മത്സരം നിർണായക ഘട്ടത്തിൽ ഇഞ്ചുറി ടൈമിലാണ് അദ്ദേഹം 2 ഗോള് നേടിയത്. അതും ലാസ്റ്റ് ഇഞ്ചുറി ടൈമിലാണ് നേടിയത്. അതൊക്കെ എത്രത്തോളം മഹാത്മ്യം അറിയിക്കുന്ന ഒരു പ്ലെയറാണ് CK വിനീത്. കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ചിടത്തോളം CK വിനീത് അദ്ദേഹത്തിൻ്റെ മത്സരത്തിൻ്റെ നിലവാരത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ നല്ല മെച്ചപ്പെട്ട ഒരു കാഴ്ചയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ആദ്യ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് താരമായിട്ടുള്ള ഇയാൻ ഹ്യൂം ഇന്ന് എതിർപക്ഷത്താണ്. വലിയ ഫോമിലുമാണ് അദ്ദേഹമുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം എങ്ങനെയായിരിക്കും? അത് ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാക്കുന്ന ഒരു ഭയം എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്? ISL ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ആദ്യത്തെ സീസണിൽ ഇയാൻ ഹ്യൂം തന്നെയായിരുന്നു കേരളത്തിൻ്റെ ഫൈനൽ വരെ എത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത്.
സെക്കൻഡ് സീസണിലും അതുപോലെ തന്നെ മൂന്നാമത്തെ സീസണിലും ഇദ്ദേഹത്തിൻ്റെ ഈ സീസണിൽ വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അദ്ദേഹം വളരെ നല്ല മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീഡ്, അദ്ദേഹത്തിൻ്റെ മാച്ച് വിന്നർ എന്ന് പറയുന്നതിലുപരി അദ്ദേഹം കളിക്കുമ്പോഴുള്ള ആ സ്പീഡും ആ ഒരു ട്രിബിളിങ്ങും എല്ലാം കൊണ്ടും ഒരു കളിക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ആയിരിക്കും സ്റ്റീവ് കൊപ്പൽ ഇന്ന് കൂടുതൽ തന്ത്രപരമായി നേരിടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹമായിരിക്കും കേരളത്തിന് ഇന്ന് വലിയൊരു തിരിച്ചടി നേരിടാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഹ്യൂമ് പോസിക, അവരുടെ സ്ട്രൈക്കേഴ്സ് വളരെ ശക്തരാണ്. പക്ഷേ അതേ സമയത്ത് നമുക്ക് ശക്തമായിട്ടുള്ള ഡിഫൻസും ഉണ്ട്. ഹെമ്പർട്ട്, അതുപോലെ തന്നെ ഹ്യൂഗ്സ്, അതുപോലെ നമ്മുടെ ജിങ്കാൻ അടക്കമുള്ളവർ, അവരുടെ രണ്ടിനെയും എങ്ങനെയാണ് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുന്നത്? സ്ട്രൈക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൊൽക്കത്തക്കാണ് കൂടുതൽ സ്ട്രൈക്കേഴ്സ്മാർ ഉള്ളതാണ് എനിക്ക് തോന്നുന്നു. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ബെൽഫോർട്ട്, അതുപോലെ തന്നെ ജർമ്മനുണ്ട്, അതുപോലെ തന്നെ വിനീത്. എന്നാലും കൊൽക്കത്തയുടെ അത്ര ശക്തി കേരളത്തിന് ഇല്ല എന്ന് തോന്നുന്നു. പക്ഷേ കേരളത്തിന്റെ പ്രതിരോധ നില വളരെ നല്ലതാണ്. സന്ദേശ് ജിങ്കാൻ, ആരോൺ ഹ്യൂസ്, അതുപോലെ ഹോസുവിന്റെ അഭാവം വലിയ തീരാ നഷ്ടം തന്നെയാണ് ഇന്ന് നമ്മുടെ കൊച്ചിയിൽ പ്രേക്ഷകർക്ക്. പിന്നെ അതുപോലെ തന്നെ എന്നാലും സ്റ്റീവ് കോപ്പലിന്റെ തന്ത്രപരമായ നീക്കങ്ങളും, അതുപോലെ തന്നെ സ്റ്റീവ് കോപ്പലിന്റെ ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ടീമിന് 100% മുതൽക്കൂട്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വിജയിക്കും, കിരീടം അടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും സമീർ, ആവേശ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൊച്ചിയിൽ നിന്നും സമീറാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം സ്റ്റീവ് കോപ്പൽ എന്ന പരിശീലകൻ ഓതിക്കൊടുത്ത തന്ത്രങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിലേക്ക് കടത്തിയത്. ആദ്യ ജയം നേടാൻ 4ാം മത്സരം വരെ കാത്തിരിക്കേണ്ടി വന്ന ബ്ലാസ്റ്റേഴ്സ് പിന്നീട് കോപ്പലിന്റെ കീഴിൽ അത്ഭുതങ്ങൾ തീർത്തു. കിട്ടിയ വിഭവങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ തീർത്ത മജീഷ്യനാണ് സ്റ്റീവ് കോപ്പൽ. ഒരു ഘട്ടത്തിൽ ആരാധകർ പോലും കൈവിട്ട ടീമിനെ താഴെപ്പടിയിൽ നിന്ന് ഫൈനലിലേക്ക് കൈപിടിച്ചാണ് കോപ്പൽ ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ തീർത്തത്. ശരാശരിക്കാരുടെ ഒരു സംഘത്തെ ഫൈനലിലെത്തിക്കാൻ നടത്തിയ പരീക്ഷണങ്ങളാണ് സ്റ്റീവ് കോപ്പലിനെ ISLലെ തന്ത്രങ്ങളുടെ ആശാനാക്കിയത്. സൈഡ് ലൈനിനരികിൽ ശാന്തതയോടെ നിൽക്കുന്ന കോപ്പൽ തലകൊണ്ടായിരുന്നു മൈതാനത്തെ അളന്നത്. നിമിഷനേരങ്ങൾ മതിയായിരുന്നു കോപ്പൽ എന്ന പരിശീലകന് തന്ത്രങ്ങൾ മാറ്റിവരയ്ക്കാൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 2ാം പകുതിയിലായിരുന്നു സ്റ്റീവ് കോപ്പലിലെ തന്ത്രശാലി പുറത്തു ചാടിയത്. അതുകൊണ്ടായിരിക്കാം ബ്ലാസ്റ്റേഴ്സിന്റെ മിക്ക ഗോളുകളും 2ാം പകുതികളിൽ പിറന്നത്. സ്പാനിഷ് താരം ഹോസുവിനെയും ബെൽഫോർട്ടിനെയും കോപ്പൽ ഉപയോഗിച്ച രീതി കണ്ടാലറിയാം ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് ആ മനുഷ്യൻ ടീമിന്റെ ഘടനയെ മാറ്റിമറിച്ചതെന്ന്. മികച്ച വിങ്ങറായ ഹോസുവിനെ കോപ്പലിറക്കിയത് ഇടത് വിംഗ് ബാക്കായി. ഫലമോ ലീഗിലെ ഏറ്റവും മികച്ച ഇടത് വിംഗ് ബാക്കുകളിൽ ഒരാളായി ഹോസു മാറി. സ്ട്രൈക്കറായ കെവിൻ ബെൽഫോർട്ടിനെ വിങ്ങിൽ കളിപ്പിച്ചും കോപ്പൽ അത്ഭുതങ്ങൾ കാട്ടി. ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ പ്രിയ ശൈലിയായ 4-4-2 രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സിനെ കൂടുതൽ തവണയും കോപ്പൽ ഇറക്കിയത്. പ്രതിരോധത്തിന് വളരെ പ്രാധാന്യമുള്ള ഫ്ലാറ്റ് ശൈലിയിൽ ടീമിനെ നയിക്കാൻ കോപ്പലിനെ സഹായിച്ചത് കഠിനാധ്വാനികളായ ആരോൺ ഹ്യൂസും സിഡ്രിക് ഹെങ്ബർട്ടുമാണ്. നിശബ്ദമായ വിപ്ലവം തീർത്ത സ്റ്റീവ് കോപ്പൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ സ്റ്റാർ. ഫൈനലിലും കാത്തിരിക്കാം ആശാന്റെ പുതിയ അടവുകൾക്കായി. സ്പോർട്സ് ഡെസ്ക്. ISL ഫൈനൽ ടിക്കറ്റുകൾ കരിഞ്ചന്തയിൽ ലഭിക്കുന്നതായുള്ള പരാതികൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് KMI മേത്തർ. IM വിജയന് ജനറൽ ടിക്കറ്റാണ് ലഭിച്ചതെന്നുള്ള പരാതിയും ലഭിച്ചിട്ടില്ലെന്നും മേത്തർ പറഞ്ഞു. ടിക്കറ്റ് നമുക്ക് അതൊക്കെ അവരാണ് നടത്തുന്നത്. KFA ഒരു അതിൻ്റെ അകത്തൊന്നുമില്ല. അല്ല, അത് എനിക്കറിയില്ല. അത് അങ്ങനെയുള്ള എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. ഇല്ല. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കലാശ പോരാട്ടത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ വിജയപ്രതീക്ഷയോടെയാണ് മലയാളി താരം റിനോ ആന്റോയുടെ കുടുംബം കാത്തിരിക്കുന്നത്. ചരിത്ര നിമിഷങ്ങളിൽ പങ്കാളിയാകാൻ റിനോയും കളത്തിലിറങ്ങിയാൽ തൃശൂർ ഒല്ലൂക്കര ഗ്രാമത്തിന്റെ ആഹ്ലാദം 10 മടങ്ങാകും.
അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ തോൽപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ചാമ്പ്യന്മാരാകുമ്പോൾ റിനോ ആൻഡോ അഭിമാനമാകാൻ പോകുന്നതിന്റെ ആവേശത്തിലാണ് തൃശൂർ ഒല്ലൂക്കര ഗ്രാമം. നാട്ടുകാരുടെ ആഹ്ലാദത്തിനും ആവേശത്തിനുമപ്പുറം പ്രതീക്ഷകളുടെയും ആശങ്കകളുടെയും സമ്മർദ്ദത്തിലാണ് റിനോയുടെ കുടുംബം. പ്രതിരോധ നിരയെ മുൻനിർത്തി കരുത്തരായ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ നേരിടാൻ ബ്ലാസ്റ്റേഴ്സിനാവുമെന്നാണ് റിനോയുടെ അച്ഛൻ ആൻഡോയുടെ പ്രതീക്ഷ. CK വിനീതിനെ ഏതു തരത്തിൽ വിനിയോഗിക്കുന്നു എന്നതും കളിയിൽ നിർണായകമാവും. വിനീത് നല്ല ഫസ്റ്റ് മൂവ്മെന്റ് അവന്റെ അത് അറിയണവർക്ക് അറിയുള്ളൂ. അതിപ്പോ ഒരു കാസറ്റിൽ കൂടെ കാണുന്നതോ അല്ലെങ്കിൽ നമ്മൾ വേറെ തരത്തിൽ കാണുന്നതോ അല്ല. ചരിത്ര നിമിഷത്തിൽ റിനോയും പങ്കാളിയായാൽ കുടുംബത്തിന്റെ സന്തോഷം ഇരട്ടിയാകും. ഇറങ്ങിയ നന്നായിട്ട് കളിക്കാൻ പറയാറുണ്ട്. ഇറങ്ങുന്ന ദിവസങ്ങൾ നന്നായി കളിക്ക്, ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങളെ ടീം ജയിക്കട്ടെ എന്ന് പറയും. ഞാൻ ജയിച്ചു വരണതാണ് എൻ്റെ ആഗ്രഹം. AFC കപ്പിലെ നഷ്ടത്തിന്റെ പേരിൽ ഏറെ വിഷമിച്ചെങ്കിലും ISL ഫൈനലിൽ കളിക്കാനായാൽ അതിന്റെ വാശി പുറത്തെടുക്കാൻ റിനോ സജ്ജനാണെന്ന സഹോദരൻ ജോസഫ് ആൻഡോ പറയുന്നു. കളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവിടെ ടീമൊക്കെ സെറ്റായി. അപ്പോൾ കളിക്കാൻ പറ്റാത്തതിന്റെ ചെറിയൊരു വിഷമം ഉണ്ടാവും ആർക്കായാലും. നാളത്തെ കളി കളിക്കാൻ പറ്റിയ ചേട്ടൻ്റെ ഒരു ഭാഗ്യമാണ്. ഉച്ചയ്ക്ക് ടീം മീറ്റിംഗിന് ശേഷമേ റിനോ കളത്തിനിറങ്ങുമോ എന്ന കാര്യത്തിൽ തീരുമാനമാകൂ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശീയഗാന വിവാദത്തിൽ കമലിന് പിന്തുണയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയഗാന വിവാദം വർഗീയവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നതായി മുഖ്യമന്ത്രി. ഈ അസഹിഷ്ണുത ഇവിടെ നടപ്പില്ല. കമലിന് സംഘപരിവാറിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും പിണറായി വിജയൻ കോഴിക്കോട് പറഞ്ഞു. രാജ്യത്ത് 500, 1000 രൂപ നോട്ടുകൾ പിൻവലിക്കുമെന്ന് മോദിയുടെ പ്രഖ്യാപനത്തിന് മാസങ്ങൾ മുൻപ് SBI മാസികയിൽ വന്നിരുന്നുവെന്ന് തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ച് മന്ത്രി തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അർദ്ധ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ഇക്കോറാപ്പിന്റെ 2016 ഏപ്രിൽ 7 ലക്കത്തിലാണ് ഡിമോണിറ്റൈസേഷനെക്കുറിച്ചുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചത്. നോട്ട് വർധനവും നോട്ട് നിരോധനവും എന്ന തലക്കെട്ടിലാണ് ലേഖനം പ്രസിദ്ധീകരിച്ചതെന്നും പോസ്റ്റിൽ പറയുന്നു. നോട്ട് അസാധുവാക്കിയതിനെതിരെ ദില്ലി ജന്തർ മന്ദിറിൽ മലയാളിയുടെ ഒറ്റയാൾ പോരാട്ടം. കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ സ്വദേശിയായ ജോൺ എന്നയാളാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഏകാംഗ ധർണ നടത്തുന്നത്. മണിപ്പൂരിൽ സ്കൂൾ നടത്തുന്ന ജോൺ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം കണ്ടാണ് രാജ്യതലസ്ഥാനത്തെത്തി കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ആരംഭിച്ചത്. ദില്ലിയിലെ സമരസിരാ കേന്ദ്രമായ ജന്തർ മന്ദിറിലാണ് ഒരു മലയാളി വ്യത്യസ്തമായ സമരമുഖം തുറന്നിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത കണിച്ചാർ സ്വദേശിയാണ് പള്ളിക്കച്ചാലിൽ ജോൺ. മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിനടുത്ത് സ്വന്തമായി സ്കൂൾ നടത്തുന്നു. നോട്ട് അസാധുവാക്കിയ നടപടി മൂലം മണിപ്പൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം നേരിട്ട് കണ്ടപ്പോൾ രണ്ടും കൽപ്പിച്ച് രാജ്യ തലസ്ഥാനത്തേക്ക് വണ്ടി കയറി. BJPയെ അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുത്തുകയാണ് ഈ ദുരിതം അടിച്ചേൽപ്പിച്ചതിന് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല മറുപടിയെന്ന് ജോൺ പറയുന്നു. BJPയെ പരാജയപ്പെടുത്തണം. അങ്ങനെ BJPയെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ മോദിക്ക് മനസ്സിലാവൂ ജനങ്ങൾ നരേന്ദ്രമോദിക്ക് എതിരാണ്. സംഘടിതമായ പ്രതിഷേധങ്ങളിൽ പങ്കാളിയാകാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: അവരുടെ കൂടെ നാം പ്രതികരിച്ചു കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയ ചുവയുള്ള ഒരു കാഴ്ചപ്പാട് എന്ന രീതിയിലേക്ക് വരും. പക്ഷേ ഞാനൊരു പൊതുജനത്തിന്റെ പ്രതിനിധിയായിട്ട് ആണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നോട്ട് നിരോധനം മൂലം ദുരിതമനുഭവിക്കുന്ന രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടിയാണ് ദില്ലിയിലെ മരം കോച്ചുന്ന തണുപ്പിൽ ഈ ഒറ്റയാൾ പോരാട്ടം. ദില്ലിയിലെ ജന്തർ മന്ദിറിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M സന്തോഷ്. ദേശീയഗാന വിവാദത്തിൽ കമലിന് പിന്തുണയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയഗാന വിവാദം വർഗീയവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നതായി മുഖ്യമന്ത്രി. ഈ അസഹിഷ്ണുത ഇവിടെ നടപ്പില്ല. കമലിന് സംഘപരിവാറിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും പിണറായി വിജയൻ കോഴിക്കോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ ചേരുന്നുണ്ട്. വിനീഷ, എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? സോമി, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി IFFK സിനിമാ പ്രദർശനം നടക്കുന്നതിനിടയ്ക്ക് ഡെലിഗേറ്റുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികരിച്ച സിനിമാ സംവിധായകൻ കമലിനെതിരെ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വിവിധങ്ങളായ പ്രതിഷേധങ്ങൾ നടന്നു വരികയാണ്. ഈ കാര്യത്തിലാണ്, ഈ കമലിന്റെ ഈ ഒരു അഭിപ്രായത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പിന്തുണ അറിയിച്ചിരിക്കുന്നത്. കമൽ പറഞ്ഞ കാര്യത്തെ, അതായത് ദേശീയഗാനം സംബന്ധിച്ചുള്ള കമൽ പറഞ്ഞ കാര്യത്തെ വർഗീയവൽക്കരിക്കേണ്ട ആവശ്യമില്ല. രാജ്യവും ദേശീയഗാനവും ഒന്നും ചിലരുടെ മാത്രം അവകാശ സ്വത്തല്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. സംവിധായകൻ കമലിന് സംഘപരിവാറിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും അവരുടെ ഈ ഒരു അസഹിഷ്ണുത കേരളത്തിൽ നടപ്പില്ലെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സോമി,
വിനീഷ വൃന്ദാവനാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ സിനിമകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പാകിസ്ഥാൻ നീക്കുന്നു. നാളെ മുതൽ ബോളിവുഡ് ചിത്രങ്ങൾ എല്ലാ തിയേറ്ററുകളിലും പ്രദർശിപ്പിക്കുമെന്ന് പാകിസ്ഥാനിലെ ചലച്ചിത്ര വിതരണക്കാരും തിയേറ്റർ ഉടമകളും അറിയിച്ചു. കശ്മീർ പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു ഇന്ത്യൻ സിനിമകൾക്ക് പാകിസ്ഥാൻ വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ തീരുമാനം പാക് സിനിമാ വ്യവസായത്തിൽ വൻ നഷ്ടമുണ്ടാക്കിയതിനെ തുടർന്നാണ് നടപടിയിൽ നിന്ന് പിന്മാറാൻ ഇപ്പോൾ പാക് സർക്കാർ നിർബന്ധിതമായിരിക്കുന്നത്. ഇന്ത്യൻ ചാനലുകൾ പാകിസ്ഥാനിൽ സംപ്രേഷണം ചെയ്യുന്നതും പാക് സർക്കാർ തടഞ്ഞിരുന്നു. ജമ്മുകശ്മീരിലെ പാംപോർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരിൽ ഒരു മലയാളിയും മട്ടന്നൂർ സ്വദേശി സി രതീഷാണ് മരിച്ചത്. മൃതദേഹം നാളെ രാവിലെ കോഴിക്കോട് എത്തിക്കും. കൂടുതൽ വിവരങ്ങളുമായി ജോഷില ചേരുന്നുണ്ട്. ജോഷില, വിവരങ്ങൾ. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരാൾ മലയാളി സൈനികനാണെന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മട്ടന്നൂർ പട്ടാനൂർ വില്ലേജിലെ കൊടോളിപ്പുറത്ത് രതീഷാണ് കൊല്ലപ്പെട്ടത്. 32 വയസ്സാണ്. കൊടോളിപ്പുറത്ത് ചക്കാലക്കണ്ടി ഓമനയുടെ ഏക മകനാണ്. ശ്രീനഗറിൽ 20 കിലോമീറ്റർ അകലെ ശ്രീനഗർ ജമ്മു ദേശീയപാതയിലെ പാമ്പോറിൽ കദലബാദിലാണ് ആക്രമണമുണ്ടായത്. ഇന്നലെ വൈകിട്ട് 3:30ഓടെയായിരുന്നു ആക്രമണം. ബൈക്കിലെത്തിയവരാണ് സൈനിക വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയത്. രതീഷിന്റെ മൃതദേഹം നാളെ രാവിലെ കോഴിക്കോട് എയർപോർട്ടിൽ എത്തിക്കും. അതിനുശേഷം കണ്ണൂർ മട്ടന്നൂർ കൊടോളിപ്പുറത്തെ വീട്ടിൽ എത്തിക്കും. 4 മാസം പ്രായമുള്ള കുഞ്ഞുണ്ട് രതീഷിന്. ഭാര്യ ജ്യോതിയാണ്. ഡിസംബർ 9-നാണ് അവധി കഴിഞ്ഞ് രതീഷ് കാശ്മീരിലേക്ക് പോയത്. സ്വാമി, ജമ്മുകശ്മീരിലെ പാംപൂരിൽ ഇന്നലെയുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരിൽ ഒരു മലയാളി. ജോഷിലയാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ട കലാപവും കൊള്ളയും മരണവും കണക്കിലെടുത്ത് നോട്ട് നിരോധന തീരുമാനം വെനസ്വേല താൽക്കാലികമായി റദ്ദു ചെയ്തു. ഏറ്റവും ഉയർന്ന കറൻസിയായ 100 ബൊളീവർ പിൻവലിച്ച നടപടിയാണ് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് പ്രസിഡന്റ് നിക്കോളാസ് മദുറോ റദ്ദു ചെയ്തത്. കലാപവും കൊള്ളയും മൂലം അടുത്ത ജനുവരി വരെയാണ് നോട്ട് നിരോധിക്കൽ തീരുമാനം നീട്ടിവച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതിനു പിന്നാലെ വെനസ്വേലയിൽ വലിയ തോതിലാണ് അക്രമങ്ങൾ ഉണ്ടായത്. പല വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും ജനം തെരുവിലേക്കിറങ്ങുകയും ചെയ്തു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ക്രെഡിറ്റ് കാർഡുകളെയും ബാങ്കിലൂടെയുള്ള പണം കൈമാറ്റത്തെയും മാത്രം ജനങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വന്നു. ഭക്ഷണം വാങ്ങാൻ പോലും കഴിയാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിയതോടെയാണ് നടപടി താൽക്കാലികമായി മരവിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. നടപടി കൈവിട്ടു പോകുമെന്ന് തോന്നിയതോടെയാണ് പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ തീരുമാനം താൽക്കാലികമായി റദ്ദു ചെയ്തതായി പ്രഖ്യാപിച്ചത്. കള്ളക്കടത്ത് തടയാൻ ലക്ഷ്യമിട്ടായിരുന്നു നോട്ട് നിരോധനം. വിദേശത്തേക്ക് കറൻസി കടത്തുന്ന സംഘങ്ങളെ അടിച്ചമർത്താൻ നടപടി ഉപകാരപ്പെടുമെന്നും മഡൂറോ അവകാശപ്പെട്ടിരുന്നു. 100ന്റെ ബൊളിവർ കറൻസികൾ മാഫിയ സംഘങ്ങൾ കടത്തിക്കൊണ്ടുപോയി കൊളംബിയയിലെ നഗരത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുവെന്നും പ്രസിഡന്റ് ആരോപിച്ചിരുന്നു. രാജ്യം അരക്ഷിതാവസ്ഥയിലേക്ക് പോകുമെന്ന് കണ്ട് നോട്ട് പിൻവലിക്കൽ തീരുമാനം പിൻവലിച്ച മഡൂറോയെ കണ്ട് മോഡി എന്തു പാഠം പഠിക്കുമെന്നാണ് ഇന്ത്യൻ ജനത ഉറ്റുനോക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്. തിരികെ വാർത്തയിലേക്ക്. ചൈനയ്ക്കെതിരെ വിമർശനവുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സുബിക് ഉൾക്കടലിൽ നിന്ന് പിടിച്ചെടുത്ത അമേരിക്കയുടെ ആളില്ല അന്തർവാഹിനി ചൈന മോഷ്ടിക്കുകയായിരുന്നുവെന്ന് ട്രംപ് ആരോപിച്ചു. ട്വിറ്ററിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം. ദക്ഷിണ ചൈന കടലിലെ സുരക്ഷാ പരിശോധനയ്ക്കിടെയായിരുന്നു ചൈനീസ് നാവികസേന അന്തർവാഹിനി പിടിച്ചെടുത്തത്. സമുദ്ര സർവേക്കായാണ് മുങ്ങിക്കപ്പൽ അയച്ചതെന്നാണ് അമേരിക്കയുടെ വാദം. അതേസമയം പ്രശ്നം നയതന്ത്ര തലത്തിൽ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. മുങ്ങിക്കപ്പൽ തിരിച്ചു നൽകാമെന്ന് ചൈന അറിയിച്ചതായാണ് പെന്റഗൺ നൽകുന്ന വിവരം. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സിനിമാ താരം ധന്യ മേരി വർഗീസ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ ഭൂമിയും ഫ്ളാറ്റുകളും സംബന്ധിച്ച ആസ്തി തേടിയുള്ള അന്വേഷണം കേരളത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനം. ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് പ്രതികൾ നിരവധി പേരിൽ നിന്നും തട്ടിയെടുത്ത കോടികൾ ഉപയോഗിച്ച് ബംഗളൂരു, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ ഭൂമിയും ഫ്ളാറ്റുകളും വാങ്ങിയതായി പോലീസിന് സൂചന ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം കൂടുതൽ ചോദ്യം ചെയ്യലിനായി പ്രതികളെ തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ ഫ്ളാറ്റുകളും വില്ലകളും നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് ആവശ്യക്കാരിൽ നിന്ന് ഏകദേശം 130 കോടിയിലധികം രൂപയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത നടി ധന്യ മേരി വർഗീസ്, ഭർത്താവും നടനുമായ ജോൺ ജേക്കബ്, സഹോദരൻ സാമുവൽ ജേക്കബ്, ജേക്കബ് സാംസൺ എന്നിവർ ചേർന്ന് തട്ടിയെടുത്തത്. ഈ തുക ഉപയോഗിച്ച് പ്രതികൾ അന്യസംസ്ഥാനങ്ങളിൽ ഭൂമിയും ഫ്ളാറ്റുകളും വാങ്ങിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇത് കണക്കിലെടുത്ത അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്.
ബാംഗ്ലൂരു, തമിഴ്നാട്ടിലെ ചെന്നൈ, തിരുനെൽവേലി, മുംബൈ എന്നിവിടങ്ങളിലായാണ് ധന്യയും കൂട്ടാളികളും പണം ചെലവഴിച്ചിരിക്കുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. തിങ്കളാഴ്ച പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കാനും പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന് മേൽനോട്ടം നൽകുന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശമനുസരിച്ച് സിറ്റി ക്രൈംബ്രാഞ്ച് AC സന്തോഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ടീമുകൾ ഉടൻ പരിശോധനയ്ക്കായി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുമെന്നാണ് അറിയുന്നത്. ഇതര സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ സഹായവും അന്വേഷണ സംഘം തേടുന്നുണ്ട്. അതേസമയം താരപരിവേഷം ഉപയോഗിച്ച് നടത്തിയ ഫ്ളാറ്റ് തട്ടിപ്പിൽ ധന്യമേരി വർഗീസിന്റെ ഉറ്റ സുഹൃത്തുക്കളായ സിനിമാ താരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. ധന്യമേരി വർഗീസിന്റെ പണമിടപാടുകൾ പലതും നടത്തിയിരുന്നത് 2 നടികൾ വഴിയാണെന്നും പോലീസിന് രഹസ്യവിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരെ കസ്റ്റഡിയിലെടുത്തുള്ള അന്വേഷണം ധന്യയെയും മറ്റു 3 പേരെയും വിശദമായി ചോദ്യം ചെയ്ത ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്നും പോലീസ് പറയുന്നു. കേരളത്തിൽ ഇവർക്കുള്ള ഭൂമി, ഫ്ളാറ്റ് എന്നിവ സംബന്ധിച്ച രജിസ്ട്രേഷൻ IG-യുടെ റിപ്പോർട്ട് തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് ലഭിക്കും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്ത്യൻ തപാൽ സർവീസിൽ ശബരിമല സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിന് പ്രത്യേകത ഏറെയാണ്. ഒരുപക്ഷെ ദൈവത്തിന് ഭക്തന്മാർ കത്തയക്കുന്ന ഏക സ്ഥലവും ഇതാകും. എന്തായാലും നോട്ട് പ്രതിസന്ധിയിൽ സന്നിധാനത്തെ തൊഴിലാളികൾക്ക് ആശ്രയം കൂടിയാണ് ഈ തപാൽ ഓഫീസ്. രാജ്യത്ത് ദൈവത്തിന് തപാലെത്തുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യാൻ ക്ഷേത്രസന്നിധിയിൽ തുറന്നു പ്രവർത്തിക്കുന്ന ഏക തപാൽ ഓഫീസാണ് സന്നിധാനത്തേത്. രാജ്യത്തുടനീളമുള്ള അയ്യപ്പ ഭക്തന്മാർ അവരുടെ സന്തോഷവും വേദനയും കത്തിലൂടെ അയ്യപ്പനുമായി പങ്കുവയ്ക്കുന്നു. ഇന്ത്യൻ തപാൽ ഓഫീസുകളിൽ നിന്നും വ്യത്യസ്തമായ തപാൽ മുദ്രകൾ ഉപയോഗിക്കുന്നു എന്ന പ്രത്യേകതയും സന്നിധാനത്തെ തപാൽ ഓഫീസിനുണ്ട്. തീർത്ഥാടന കാലത്തെ 66 ദിവസവും വിഷുവിന് 10 ദിവസവുമാണ് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം. മകരവിളക്ക് സമയത്ത് 66 ദിവസം ഇത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നീട് വിഷു മഹോത്സവത്തോടനുബന്ധിച്ച് 7 ദിവസം വർക്ക് ചെയ്യുന്ന ഏക പോസ്റ്റ് ഓഫീസാണിത്. അയ്യപ്പസ്വാമിയുടെ പേരിൽ മണിയുന്ന മണി ഓർഡറുകളും കത്തുകളും നമ്മൾ ഇവിടെ ഡെലിവറി ചെയ്യുന്നുണ്ട്. കറൻസി വിനിമയത്തിൽ നിന്നും സന്നിധാനത്തെ തൊഴിലാളികളെ ഒരു പരിധിവരെ സഹായിച്ചിരുന്നതും അയ്യപ്പ സന്നിധിയിലെ ഈ ചെറിയ പോസ്റ്റ് ഓഫീസാണ്. വീട്ടിലേക്ക് പണമയക്കാനും മറ്റും സന്നിധാനത്തെ തൊഴിലാളികളുടെ ഏക ആശ്രയവും ഇവിടെയാണ്. രാവിലെ 7 മുതൽ രാത്രി 8 വരെയാണ് സന്നിധാനത്തെ തപാൽ ഓഫീസിന്റെ പ്രവർത്തന സമയം. ന്യൂസ് ബ്യൂറോ, ശബരിമല.